കല്യാണം കഴിച്ച സ്ത്രീ എപ്പോൾ ഗർഭം ധരിക്കണം? തന്റെ വയറ്റിൽ ഒരു ജീവൻ വളരുമ്പോൾ 2-ാം മാസം, 3-ാം മാസം, 5-ാം മാസം, 6-ാം മാസം അവൾ എന്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം? പ്രസവിച്ച കുഞ്ഞിനെ ആദ്യം ആര് സ്വീകരിക്കണം? എപ്പോഴാണ് പാല് കൊടുക്കുക? എപ്പോഴാണ് അരയിൽ കെട്ടുക? എന്താണ് നാമകരണം? അത് 16 മണിക്കൂർ വേണം. നമുക്ക് പിന്നെ പറയാം, നമുക്ക് ഇപ്പൊ സമയമില്ല. കയാതുവിന്റെ കുഞ്ഞ് വയറ്റിൽ കിടന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം പഠിച്ചു. കയാതു പ്രസവിച്ചു. ആ കുഞ്ഞിന്റെ പേരാണ് പ്രഹ്ലാദൻ. 2 വയസ്സായി പ്രഹ്ലാദന്. അന്നാട്ടിൽ ജപിക്കേണ്ട ഒരൊറ്റ നാമമേ ഉള്ളൂ, ഓം ഹിരണ്യകശുപായ നമ. മറ്റൊന്നും ജപിക്കരുത്. മറ്റെന്ത് ജപിച്ചാലും തലവെട്ടികളെ. തന്റെ മകനോട് ജപിക്കാൻ പറഞ്ഞു ഹിരണ്യകശിപു. മകൻ ജപിച്ചു, ഓം നമോ നാരായണായ. ഏതൊരു നാരായണന്റെ അങ്ങേയറ്റത്തെ ശത്രുവാണോ ആ ഹിരണ്യകശിപുവിന്റെ മോൻ ജപിക്കുന്നത് നാരായണന്റെ പേര്. നിയന്ത്രണം വിട്ടുപോയി ഹിരണ്യകശിപു മകനെ നന്നാക്കി എടുക്കാൻ വേണ്ടി ഒരു ഗുരുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരും, അപ്പോഴേക്ക് ഇവൻ എന്റെ നാമം ജപിക്കണം. ഗുരു പറഞ്ഞു, ഏറ്റിരിക്കുന്നു. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ കൊണ്ട് ഞാൻ മൂടും, വന്നില്ലെങ്കിൽ തല ഞാൻ അറുകും എന്നായിരുന്നു ഹിരണ്യകശിപുവിന്റെ ഭീഷണി. 2 കൊല്ലം കഴിഞ്ഞ് ഹിരണ്യകശിപു വരുമ്പോൾ പ്രഹ്ലാദന് വയസ്സ് 4 പ്രഹ്ലാദൻ മാത്രമല്ല ഗുരുനാഥനും കൂടെയുള്ള ശിഷ്യന്മാരുമെല്ലാം ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ടിരിക്കുക. ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയും. ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരുമല്ല. ഈ ഗ്രാമത്തിൽ നിങ്ങൾ 1000 പേരുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിന്റെ ഭാഗധേയത്തെ നിശ്ചയിക്കുന്നത് 10 പേരായിരിക്കും. ആ 10 പേർ പറയുന്നത് പോലും ചിന്തിക്കുന്നത് പോലെയായിരിക്കും ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ വരുന്നവർ ആയിരക്കണക്കിനാണ്. പക്ഷെ ക്ഷേത്ര കമ്മിറ്റിയിൽ 10-15 പേരെ ഉണ്ടാവുള്ളൂ. അവരായിരിക്കും ആ ക്ഷേത്രത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ക്രിയേറ്റീവ് മൈനോറിറ്റി. ലോകത്തെ പരിവർത്തനത്തിലേക്ക് വിധേയമാക്കുന്ന എല്ലാവരുമല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛന്റെ പേരറിയാം, അച്ഛന്റെ പേരും അറിയാം, മൂപ്പരുടെ അച്ഛന്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ അച്ഛന്റെ പേര്? അറിയില്ല. നമുക്ക് ശങ്കരനെ അറിയാമല്ലോ, നമുക്ക് ബുദ്ധനെ അറിയാമല്ലോ, നമുക്ക് ജൈനെ അറിയാമല്ലോ. നമ്മുടെ അമ്മാവനായിരുന്നോ? അല്ല. നമ്മുടെ ജന്മത്തിന് കാരണക്കാരനായ 2 തലമുറ മുമ്പുള്ള മുതുമുത്തച്ഛന്റെ പേര് എനിക്കും നിങ്ങൾക്കും അറിയില്ല. പക്ഷെ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ശങ്കരനെയും ബുദ്ധനെയും വിവേകാനന്ദനെയും ജൈനനെയും നമ്മൾ അറിയുന്നത് എന്തുകൊണ്ട്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചു പോയ ഇവരെയെല്ലാം നമുക്ക് ചിരപരിചിതമായത് എന്തുകൊണ്ട്? ചിന്തിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ പ്രഹ്ലാദൻ മാറ്റമുണ്ടാക്കി സമാജത്തിൽ മുഴുവൻ. ഒടുവിൽ മകനെ കൊല്ലാൻ തീരുമാനിച്ചു അച്ഛൻ. സായം സന്ധ്യയിൽ മകൻ വിളക്ക് വെച്ച് ജപിക്കുമ്പോൾ ഹിരണ്യകശിപു വാളുമായി വന്നു. എവിടെടാ നിന്റെ നാരായണൻ? പ്രഹ്ലാദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛന്റെ ഹൃദയത്തിൽ നാരായണനുണ്ട്, എന്റെ ഹൃദയത്തിൽ നാരായണൻ ഇല്ല എന്നായ അച്ഛൻ. പിന്നെ എവിടെയുണ്ട് നിന്റെ നാരായണൻ? അപ്പോൾ പറഞ്ഞു, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എന്റെ നാരായണനുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു തൂണുണ്ടായിരുന്നു. ഇത്തൂണിലുണ്ടോ എന്ന് ചോദിച്ചു. ഇത്തൂണിലുമുണ്ട്. തൂണിനൊരു വെട്ടിട്ട് കൊടുത്തു. തൂണ് നെടുക പുലർന്നു. നരസിംഹമൂർത്തി പുറത്തേക്ക് ചാടി. പാതി മനുഷ്യൻ പാതി സിംഹം. ഹിരണ്യകശിപുവിനെ ഒരു കൈ കൊണ്ടെടുത്തു. വാതിൽപ്പടിയിൽ ചെന്നിരുന്നു. മടിയിൽ കിടത്തി കുടൽമാല എടുത്ത് പുറത്തേക്ക് വലിച്ചിട്ട് അവനെ അങ്ങോട്ട് കൊന്നുകളഞ്ഞു. പകലാണോ വന്നത്, രാത്രിയാണോ വന്നത്? സന്ധ്യക്കാണ് കൊന്നത്. അകത്ത് വെച്ചാണോ വന്നത്, പുറത്ത് വെച്ചാണോ? വാതിൽപ്പടിയിലാണ്. ആകാശത്ത് വെച്ചാണോ വന്നത്, ഭൂമിയിൽ വെച്ചാണോ? മടിയിലിരുത്തിയാണ് കൊന്നത്. മനുഷ്യനാണോ വല്ലത്, ദേവനാണോ, മൃഗമാണോ വല്ലത്? നരസിംഹമാണ് കൊന്നത്. പകുതി മനുഷ്യനാണ്, പകുതി മൃഗവുമാണ്. തനിക്കൊരിക്കലും മരണമില്ല എന്ന് ധരിച്ച ആ ഹിരണ്യകശിപുവിനെ ഭഗവാൻ വഴി കണ്ടെത്തി കൊന്നുകളഞ്ഞു. അതിനുശേഷം വന്ന അവതാരമാണ് വാമനമൂർത്തി. ഇന്ന് കളഭാഭിഷേകം വാമനമൂർത്തിക്കാണ്. വാമനമൂർത്തിയെ കുറിച്ച് നമ്മൾ നല്ലതല്ലല്ലോ കേട്ടത്, ആണോ? ഞങ്ങളുടെ നാട്ടിൽ പാട്ടുക, മാവേലി നാടുവാണേടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം എന്ന് തുടങ്ങി മനോഹരമായൊരു ഭരണം കാഴ്ചവെച്ച ഒരു ഭരണാധികാരി. അയാളുടെ പേരെന്താ? മഹാബലി. മൂപ്പന്റെ ഭരണത്തിൽ അസൂയ പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവോട് പറഞ്ഞ് ഇവനെ പോയി ചവിട്ടി താഴ്ത്തു. അങ്ങനെ മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്നിട്ട് 3 അടി മണ്ണ് ചോദിച്ചു. 3 അടി മണ്ണ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഇയാളെ പിടിച്ച് എവിടെ ചവിട്ടി താഴ്ത്തി? പാതാളത്തിൽ ചവിട്ടി താഴ്ത്തി. ആര്? മഹാവിഷ്ണു. അപ്പൊ ആരാ വില്ലൻ?
മഹാവിഷ്ണു. ആരാ നല്ലത്? മഹാബലി. അപ്പൊ മഹാബലി നല്ലതും മഹാവിഷ്ണു ചീത്തയും. ഹിന്ദുക്കളെ പഠിപ്പിച്ചൊരു പാടാ. ഓണത്തിന്റെ ഐതിഹ്യം എന്താണ്? നല്ലവനായ മഹാബലിയെ പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തിയിട്ട് മൂപ്പര് വർഷത്തിൽ ഒരിക്കൽ ഭൂമിയിൽ കേരളത്തിൽ വരുന്ന സമയത്ത് നമ്മൾ മഹാബലിയെ സ്വീകരിക്കുന്നു. വില്ലനാണ് മഹാവിഷ്ണു. എങ്കിൽ നമ്മൾ വാമന് അല്ലെങ്കിൽ മഹാബലിക്കാണോ ഭാരതം മുഴുവൻ അമ്പലം ഉണ്ടാക്കിയത്? വാമനമൂർത്തിക്ക്. എന്താ കഥ പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഹിന്ദുക്കളുടെ ഐതിഹ്യങ്ങളെ മുഴുവൻ കേരളത്തിൽ വികലമാക്കി, ഹിന്ദുവിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വികലമാക്കി. അങ്ങനെയാണ് ഈ ക്ഷേത്രം കാടുകയറി മുടിഞ്ഞത്. 985 നാം ഇപ്പോൾ ആദരിച്ചവരും അല്ലാത്തവരുമായ ഒരു പറ്റം യുവാക്കളും യുവതികളും കടന്നു ചെന്ന് ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? തെറ്റായ സങ്കല്പങ്ങൾ, തെറ്റായ ഐതിഹ്യങ്ങൾ, തെറ്റായ വിശ്വാസങ്ങൾ ഹിന്ദുക്കൾ പഠിച്ചു വെച്ചു. എന്താ സംഭവിച്ചത്? പ്രഹ്ലാദന്റെ മകൻ വീരോചനൻ, വീരോചന്റെ മകൻ മഹാബലി, ധർമ്മിഷ്ഠൻ, സത്യസന്ധൻ, മഹാവിഷ്ണുവിന്റെ പരമഭക്തൻ, ഓരോ നിമിഷവും ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് ഉണർന്നെണീറ്റ് ഉറങ്ങുന്ന ആ മഹാത്മാവ് ധർമ്മിഷ്ഠൻ നാട് ഭരിച്ചപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിക്കുവാൻ തുടങ്ങി. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജീവിതത്തിൽ: പ്രതിസന്ധി, പ്രലോഭനം, പ്രശംസ. പ്രതിസന്ധി, ജീവിതത്തിൽ പലതും പ്രതിസന്ധി. പ്രിയപ്പെട്ട ഒരാൾ വീട്ടിൽ മരിച്ചു പോകുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. ജോലി നഷ്ടപ്പെട്ടു പോകുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. പക്ഷെ ഇതിന് തരണം ചെയ്യണം. ഇതിലൊരിക്കലും നിരാശരായിക്കൂടാ. പ്രലോഭനം, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ പെൺമക്കളെയാണ്. ലവ് ജിഹാദ് എന്ന ട്രാപ്പിൽ പോകുന്ന ആയിരക്കണക്കിന് ഹിന്ദു പെൺകുട്ടികൾ. അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ, നിന്റെ കണ്ണ്, നിന്റെ മൂക്ക് ഒരു സംഭവമാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് അവരറിയാതെ തന്നെ കാമത്തിന്റെ, പ്രേമത്തിന്റെ വിത്തുകൾ മുളപ്പിച്ചെടുത്ത് അഖിലെ കൊണ്ടുപോയി ഹാദിയാക്കി, നിമിഷയെ കൊണ്ടുപോയി ഫാത്തിമയാക്കി, സിറിയയിൽ കൊണ്ടുപോയി ISISകാർക്ക് വിൽക്കുന്ന കേസുകൾ എത്രയെത്ര. പ്രലോഭനം. 3-ാമത്തേത് ഏറ്റവും അപകടം, പ്രശംസ. മഹാബലിക്ക് സംഭവിച്ചത് പ്രശംസയിൽ വീണുപോയി എന്നുള്ളതാണ്. ഉപജാപക വൃന്ദങ്ങൾ രൂപപ്പെട്ടു. പ്രശംസ കൊണ്ട് മൂടിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമി ഭരിക്കേണ്ട ആളൊന്നുമില്ല കേട്ടോ, നിങ്ങൾ സ്വർഗത്തിലെ രാജാവാകേണ്ട ആളാണ്. സ്വർഗത്തിലെ രാജാവാകാൻ വേണ്ടി അദ്ദേഹം യാഗം തുടങ്ങി. ഇത് ദേവന്മാർ പറഞ്ഞു മഹാവിഷ്ണുവിനോട്, അങ്ങയുടെ ഭക്തന് അഹങ്കാരം കൂടി, ഒന്ന് ഉപദേശിച്ച് റെഡിയാക്കണം. ഇത്രയുള്ള വാമനമൂർത്തിയായിട്ട് വന്നു. 3 അടി വന്നിട്ട് ഒരു ഓലക്കുടയൊക്കെ ഉണ്ട്. വന്നിട്ട് മഹാബലിയോട് പറഞ്ഞു, ഞാനിങ്ങനെ തപസ്സിന് വേണ്ടി ഒരു 3 അടി മണ്ണ് അന്വേഷിക്കുകയാണ്. ഒരു 3 അടി മണ്ണ് ഇവിടെ എടുക്കാനുണ്ടാവോ? 3 അടി മണ്ണ് എന്ന് ഈ വാമനമൂർത്തി പറഞ്ഞപ്പോൾ രാജാവും പരിവാരങ്ങളും ഇയാളുടെ കാൽപാദങ്ങളെ കൊന്നുനോക്കി. ഇത്രയുള്ളൂ. അപ്പൊ 3 അടി മണ്ണ് ഇത്രയുണ്ടാവും. ഒരു മഹാസാമ്രാജ്യത്തിന്റെ അധിപനായ മഹാബലിയോട് ഒരു ബ്രാഹ്മണൻ വന്നിട്ട് ചോദിക്കുന്നത് ഇത്ര മണ്ണാണ്, ഇത് എടുക്കാനുണ്ടാവുമോ എന്ന് ചോദിക്കുന്നത്. വാക്ക് വാണിയാണ്, വാണി സരസ്വതിയാണ്. വാക്കുകൾ പലപ്പോഴും അറം പറ്റി പോകും. അതുകൊണ്ടാണ് വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കൽ നഷ്ടപ്പെട്ട തിരിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വാക്ക് വീണുപോയി മഹാബലിയുടെ വായിൽ നിന്ന്. വീണ വാക്കിതാണ്, എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞു. ആകാശം മുട്ടയങ്ങ് വളർന്നു വാമനൻ. 2 അടി കൊണ്ട് 14 ലോകങ്ങളും അങ്ങ് അളന്നു. 3-ാമത്തെ അടി അങ്ങ് പൊക്കി വെച്ചിട്ട് ചോദിച്ചു, എവിടെ മോനെ സ്ഥലവും? ഭഗവാനോട് ഭഗവാന്റെ സ്ഥലം മൊത്തം അളന്നെടുത്തോളാൻ. ഈ അണ്ടകടാഹത്തിന് ബ്രഹ്മാണ്ടത്തിന്റെ അധിപനായ ഭഗവാനോട് ഭഗവാന്റെ സ്ഥലം അളന്നെടുത്തോളൂ എന്ന് പറയുന്ന മനുഷ്യന്റെ, ദേവന്റെ ആ നിസ്സാരത ബോധ്യപ്പെട്ട മഹാബലി സമസ്താപരാധങ്ങളും പുറത്ത് മാപ്പ് പറയുവാൻ വേണ്ടി ഭഗവാന്റെ പാദങ്ങളിൽ വീണപ്പോൾ പാദങ്ങളിലാണ് അനുഗ്രഹം തേടുന്നത്. നമ്മൾ ഇന്നും അങ്ങനെയല്ലേ? നിങ്ങൾ ഭഗവാനെ നമസ്കരിക്കുക എവിടെ? തലയില. നമ്മൾ മഹാവിഷ്ണു നമസ്കരിക്കുന്ന പാദങ്ങളിലാണ്. ആചാര്യന്മാരെ കാണുമ്പോൾ, ഗുരുക്കന്മാരെ കാണുമ്പോൾ നമസ്കാരം എവിടെയാണ്? പാദങ്ങളിലാണ്. ഹിന്ദുക്കൾ പാദ നമസ്കാരം ചെയ്തവരാണ്. പാദം നമസ്കരിക്കുമ്പോൾ അഹങ്കാരം പൂർണ്ണമായിട്ടില്ലതാണ്. പാദ നമസ്കാരം ചെയ്യുന്നവന്റെ ഉള്ളിൽ നിന്ന് അനുഗ്രഹം വാരിക്കോരി കൊടുക്കും. അതുകൊണ്ടാണ് പാദങ്ങളിൽ തൊടുമ്പോൾ തലയിൽ കൈവെക്കും. എനർജി മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കും. നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തൊരു വ്യക്തിയും കാലും പിടിച്ച് മാപ്പ് പറഞ്ഞാൽ ഒരു 99% മനുഷ്യന്മാർ അത് ക്ഷമിക്കും. എത്ര കടുപ്പുള്ള തെറ്റാണെങ്കിലും
നമ്മുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളത് മനുഷ്യത്വമുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കും. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.